എല്ലാ ആളുകളോടും ചോദിക്കണം. ആർക്കെല്ലാം പൈസ കൊടുക്കാനായിട്ട് ചോദിക്കണം, അറിയണം. അങ്ങനെ സഅദ് ഇബ്നു അത്വൽ റളിയല്ലാഹു അൻഹു ഇറങ്ങിയെന്നാണ്. ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങി, നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാ വീടുകളും കയറിയിറങ്ങി. എല്ലാവരുടെയും കടം വീട്ടി തിരിച്ചു വരികയാണ്. ആര്? സഅദ് ഇബ്നു അത്വൽ റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ കടം മുഴുവനായിട്ട് വീട്ടിയിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എല്ലായിടത്തും കൊടുത്തു. നബി ഒരാളത് മാത്രം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുടേതാണ്? പ്രവാചകരെ, അങ്ങകലെ ആ കുന്നിൻ ചെരുവിൽ ഒരു കൊച്ചു കുടിലിൽ ഒരു പ്രായം ചെന്ന ഉമ്മ താമസിക്കുന്നില്ലേ നബിയെ? പ്രവാചകൻ പറഞ്ഞു, അതെ. ആ വീട്ടിലെ ഉമ്മയോട് ഞാൻ ചോദിച്ചു, എൻ്റെ സഹോദരൻ വല്ലതും തരാണ്ടോ എന്ന്. അപ്പം അവർ പറഞ്ഞു, നിന്റെ സഹോദരൻ 2 ദിർഹം തരാനുണ്ട്. അപ്പോൾ ഞാൻ തെളിവ് ചോദിച്ചു നബിയെ ആ ഉമ്മയോട്. പക്ഷെ അവരുടെ കയ്യിൽ ഒരു തെളിവില്ല. ലൈസ ലഹാ ബൈന, ഒരു തെളിവില്ലാത്തത് കൊണ്ട് നബിയെ ഞാനത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജിഅ ഇലൈഹാ ഫഖ്ലി അലൈഹാ, തിരിച്ചു പോകണം. അവരുടെ അടുക്കലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് ആ കടം മുഴുവനായി വീട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ ആ 2 ദിർഹം കൂടി അത് വീട്ടിയതിന് ശേഷം സഅദ് ഇബ്നു അത്വൽ വന്നു. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖബറിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഖബറിലെ അദാബിന് കാരണമായി തീരുമെന്നുള്ളത് ഞാനും നിങ്ങളും ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ, ഇപ്പം നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിലിരിക്കുന്നു, നമ്മൾ നന്മകൾ കേൾക്കുന്നു, നമ്മൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുന്നു, അവർക്ക് ഖബറിൽ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അത് ഒറ്റ വാക്കുകൊണ്ട് വിശദീകരിച്ചാൽ മതി. ഖബറിലെ സുഖം, ആനന്ദം. കാരണം എന്താണത്? മരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കും. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. മരിക്കണ സമയത്തിന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ കടന്നു വന്നിട്ട് സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ശാന്തി, സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പിടിക്കും നല്ല മരണം. എന്നിട്ട് നമ്മുടെ മയ്യത്ത് ആരടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് അവന് ആ ഖബറിൽ വിരിച്ചു കൊടുക്കണമെന്ന് പറയും. മാത്രമല്ല, ഒരു വാതിൽ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. എന്നിട്ട് സ്വർഗത്തിൽ നിന്നുള്ള കാഴ്ചകൾ അവൻ ആ ഖബറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച്, ഇത് വല്ലാത്ത സ്വർഗത്തിൻ്റെ ഒരു അനുഭൂതിയാണ്, ഒരു അനുഗ്രഹമാണ്. അതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. എത്രത്തോളം? ഏതുവരെ? ഖിയാമം സംഭവിക്കുന്നത് വരെ നല്ല മനുഷ്യന്മാർ അതനുഭവിച്ചു കൊണ്ടിരിക്കും, ആസ്വദിച്ചു കൊണ്ടിരിക്കും. ഖിയാമം സംഭവിക്കുന്നത് വരെ ആ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ഖബറാളി നല്ലവനാണെങ്കിൽ അവൻ പറയുമത്രേ, റബ്ബി അഖ്മിസ്സാഅ, റബ്ബി അഖ്മിസ്സാഅ, നാദാ പെട്ടെന്ന് ഖിയാമം സംഭവിച്ചാൽ മതിയായിരുന്നു. കാരണം എനിക്ക് ആ സ്വർഗം എത്തിപ്പിടിക്കാമല്ലോ, ആ സ്വർഗത്തിലേക്ക് അതിവേഗം കടന്നു ചെല്ലാമല്ലോ എന്ന് ആ ഖബറാളി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്, നമ്മുടെ മരണം അടുക്കാറാകുന്ന സമയത്ത് ഈ ബോധമാണ് നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. നമുക്കറിയാമല്ലോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 63 വയസ്സായ സാഹചര്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. മക്കയിൽ നിന്ന് അല്പം പിന്നിട്ട സമയത്ത് ഒഴിഞ്ഞ പ്രദേശത്തെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ
കുതിരപ്പുറത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി കുറച്ച് മണലിങ്ങനെ അടുപ്പിച്ച് കൂട്ടിയിട്ട് അതിങ്ങനെ ഒരു ഉയർത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ വാരിക്കൂട്ടി എന്നാണ്. എന്നിട്ട് കുറച്ച് പരത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ തോളിലുള്ള മുണ്ട് അവിടെ വിരിച്ചിട്ട് ആ മണലിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മലർന്നു കടന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ സ്വയം പറഞ്ഞു, പടച്ചോനെ, അള്ളാഹുവിൻ്റെ റസൂല് മരിച്ചത് ഈ പ്രായത്തിലാണല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഈ പ്രായത്തിലാണല്ലോ, ഞാനും ഈ പ്രായത്തിൽ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്നെപ്പറ്റി ഇപ്പോൾ പരാതിയൊന്നുമില്ലാത്ത നല്ല ഒരു സാഹചര്യമാണുള്ളത് എന്നിങ്ങനെ സ്വയം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്ര തുടർന്നു. സുബഹ് നമസ്കാരത്തിന് അദ്ദേഹം മദീനത്തെ പള്ളിയിലെത്തുകയാണ്. അങ്ങനെ സുബഹ് നമസ്കരിക്കുമ്പോഴാണ് അദ്ദേഹം അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന പേർഷ്യക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തി അതിദാരുണമായ രീതിയിൽ. ഈ സമയത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആ കുത്ത് കഴിഞ്ഞ ഉടനെ സ്വന്തം മകൻ ഓടി വരികയാണ്. അബ്ദുള്ള ഓടി വന്നു. എന്നിട്ട് ഉപ്പയുടെ തല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അബ്ദുള്ളയുടെ മടിയിൽ വെച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ട്, മോനെ താഴ്ത്തു വെക്ക്, മരുഭൂമിയുടെ മണലിൽ അമർത്തി വെക്ക് മോനെ എൻ്റെ തല. അബ്ദുള്ള കാലിൽ നിന്ന് തല മാറ്റിയിട്ട് നിലത്ത് വെച്ചു. അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം, അദ്ദേഹം കുടിച്ച വെള്ളം മുഴുവനായി പുറത്തേക്ക് ഒഴുകിയെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവസാനമായിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ പറയുക, എന്നെ കുത്തിയതാരാണ്, എനിക്കറിയണം. എല്ലാവരും വിചാരിച്ചെന്താണ്, ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ പ്രതികാരം തീർക്കാൻ ആണ് എന്നാ. എന്നെ കുത്തിയ ആളെ എനിക്കറിയണം. അപ്പൊ പറഞ്ഞു, അത് അബൂ ലുഅ്ലുഅയാണ്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, അൽഹംദുലില്ലാ എന്ന്. എന്താണ് പറയാൻ കാരണം? ഞാൻ അബൂ ലുഅ്ലുഅയോട് ഞാൻ ഒരനീതിയും ഞാൻ കാണിച്ചിട്ടില്ല. നോക്കണം നിങ്ങൾ, ഒരനീതിയും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം അവിടെയും എൻ്റെ ജീവിതത്തിൽ വല്ല അനീതിയും വല്ല തിന്മയും കടന്നു വന്നോ എന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയത്. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നമ്മൾ ചെയ്യുക, നന്മയിലൂടെ മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരും ഈ അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു കവിതയുണ്ട്. ആ കവിതയിലെ ശ്രദ്ധേയമായ വരി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ വിഷയവുമായി 100% ബന്ധപ്പെട്ടതാണ്. ലൈസൽ ഗരീബ് ഗരീബ ശാമി വൽ യമൻ. ഗരീബ് അപരിചിതൻ എന്ന് പറഞ്ഞാൽ അങ്ങകലെ ഷാമിലോ അതല്ലെങ്കിൽ യമനിലോ ഉള്ളവനല്ല. ഇന്നൽ ഗരീബ, നിശ്ചയമായും അപരിചിതൻ, ഗരീബുൽ ലഹ്ദി വൽ കഫൻ, അല്ലേ, ഖബറിൽ, ആരുടെ മണ്ണിൽ അതല്ലെങ്കിൽ കഫം പുടവയിൽ ഏകനായി കഴിഞ്ഞുകൂടുന്നവനാണ് യഥാർത്ഥ അപരിചിതൻ. നോക്കണം നിങ്ങൾ, അവിടെ സമാധാനമുണ്ടാകാൻ, അവിടെ ശാന്തി ഉണ്ടാകാൻ, അവിടെ സംതൃപ്തി ഉണ്ടാകാൻ നമ്മൾ അമലുകൾ ചെയ്യുക, സ്വൽപ്രവർത്തനങ്ങൾ ചെയ്യുക. മരിക്കുന്ന ഘട്ടത്തിൽ പോലും ഞാൻ വല്ല അനീതിയും വല്ല അക്രമവും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ച, എന്നാലോചിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വ അബദ്ധങ്ങളും പടച്ച തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആശുപത്രികളിലും വീടുകളിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു അവർക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
അവരെയും നമ്മെയും അവനവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഉന്നതമായ കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഉദാത്തമായ കലിമത്തു തൗഹീദിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.